ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാതെ പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വൈകിയേക്കും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ സമിതി ഫോറൻസിക്സ് വിദഗ്ധരുടെ സഹായം തേടും. ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്ന് നമുക്ക് വിവരങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് ഈ ജഡ്ജി യശ്വന്ത് വർമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വൈകുന്ന സാഹചര്യം എന്താണ്? ഈ ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുന്നതൊക്കെ ഇക്കാര്യത്തിൽ വല്ല ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതുകൊണ്ടാണോ? ശ്രീജ, ഈ സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിട്ടുണ്ട്. 3 അംഗ സമിതിയാണ് ഈ ആരോപണം, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുക. പക്ഷേ ഈ സമിതിക്ക് മുന്നിൽ വലിയ കടമ്പകളുണ്ട്, ദൗത്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് വൈകാനുള്ള സാധ്യത. കാരണം നിരവധി പേരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ തന്നെ പലരുടെയും മൊഴിയിൽ വ്യക്തതക്കുറവുണ്ട്. കാരണം ഫയർഫോഴ്സ് മേധാവി തന്നെ ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നീട് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് നിലപാട് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒന്ന് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമതായി അവിടെയുള്ള മറ്റു ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ജഡ്ജിയെ തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് കൂടാതെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കണം. കാരണം സുപ്രീം കോടതി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ ഈ സമിതിയുടെ അന്വേഷണത്തിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട്. രണ്ടാമതായി 6 മാസത്തെ ഫോൺ കോൾ രേഖകൾ ആണ് ഡൽഹി പോലീസ് തുടങ്ങുന്നത് ശേഖരിച്ചിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ രേഖകളടക്കം പരിശോധിക്കാൻ മറ്റ് സാങ്കേതിക വിദഗ്ധരുടെ അടക്കം സഹായം തേടാൻ ആണ് സമിതിയുടെ തീരുമാനം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മാർച്ച് 14-നാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷം ചില സുരക്ഷാ ജീവനക്കാരിൽ ചിലർ പറഞ്ഞിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജഡ്ജിയുടെ ജീവനക്കാരിൽ ചിലർ അവിടെയുള്ള ഈ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം നിഷേധിക്കുകയാണ് ജഡ്ജി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്ന കാര്യം ശ്രീജ, ഈ ഡൽഹി ഫയർഫോഴ്സ് മേധാവിയുടെ മൊഴിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ആദ്യം ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതായത് ഈ പണം കണ്ടെത്തിയെന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം നിലപാട് മാറ്റുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹം പിന്നീട് തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇത്തരമൊരു തിരുത്തിപ്പറച്ചിൽ ഉണ്ടായി, മാറ്റി പറഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുകൂടി എല്ലാം കണ്ടെത്തിയ ശേഷമേ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതുപോലെ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാസങ്ങൾ തന്നെ നീണ്ടു പോകാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. ഏതായാലും ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രാജ്യസഭയിലൊക്കെ തന്നെ ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചതാണ്. അന്ന് ചെയർമാനായ ജഗ്ദീപ് ധൻകർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതു ആവശ്യമായി ഈ വിഷയം ഉയർന്നു വരികയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നു പാർലമെന്റ്. അതിനുശേഷം സാഹചര്യം മാറിയിട്ടുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതുവരെ ആരോപണം മാത്രമാണ് മുൻപിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ തെളിവായി വരികയാണ്. അതും സുപ്രീം കോടതിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇന്നും ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ചർച്ചയിലേക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഒരുപക്ഷെ ഈ ആവശ്യം പൊതുവൊരു ആവശ്യമായി വരികയാണെങ്കിൽ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്.